ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പെരുന്നാൾ രാവിലെ വിശേഷങ്ങളും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ആ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ തലേന്നത്തെ ദിവസം ഒരു ഉച്ചേൻ്റെ മുമ്പാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷം കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നാളത്തേക്കുള്ള. അപ്പോൾ ഇതാ ഇപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറിയൊരു ഫേഷ്യൽ എന്ന് പറയുക അതാണ്. ഇപ്പം ഞാനൊന്ന് ആവി കൊണ്ടിട്ടുണ്ടായിരുന്നു ഫേസ്. അതിന് ശേഷം കുറച്ച് ഒരു തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് പൾപ്പാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് കാപ്പിപ്പൊടി, നമ്മൾ വീട്ടിലുള്ള കാപ്പിപ്പൊടി ഇൻസ്റ്റൻ്റ് ആയാലും അല്ലാത്തതും കുഴപ്പമില്ല, അതിട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ 2 മിനിറ്റ്. അതിന് ശേഷം ഒരു സ്പൂൺ നമ്മുടെ തക്കാളി ജ്യൂസ് എടുത്തിട്ട് ഒന്ന് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതാ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ തക്കാളി നീരെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പൊടി, ഇനി കടലപ്പൊടി പറ്റാത്തതിൻ്റെ പയറുപൊടി അതെടുത്തോട്ടോ, അതിട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തേന് ചിലർക്ക് ഫേസിൽ പിമ്പിൾസ് വരും കേട്ടോ, അങ്ങനെയുള്ളവർ എടുക്കണ്ട. അപ്പോൾ അതും കൂടെ ഒന്ന് ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് മൈലാഞ്ചിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് സമയമായത് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈലാഞ്ചി ഇടലും പിന്നെ ചെടികളൊക്കെ മുറ്റത്തൊക്കെ ഒന്ന് നീറ്റാക്കി അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ചു കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇപ്പം ഉച്ചയായിട്ടുണ്ട്. ഇനിയിപ്പോൾ മൈലാഞ്ചി നഖത്തിലിട്ടാ, അല്ലാതെ കയ്യിൽ, അത് പറയാൻ മറന്നുപോയി, കയ്യിൽ മൈലാഞ്ചി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇനി നഖത്തിലിട്ടോ, നഖം കുറച്ചുകൂടെ ഒന്ന് കളറായി വരാറുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ നമുക്ക് പറ്റുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം പിന്നെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും നമുക്ക് മൈലഞ്ചിട്ട് ഇരിക്കാനുള്ള നേരം ഇനി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒന്ന് കിടക്കുമ്പോൾ ആ ഒരു സമയത്തൊക്കെ പറ്റുള്ളൂ. രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുക്കി വെക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ടിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇനി കിച്ചണിലേക്ക് പോവുള്ളൂ കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഹെവി ആയിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കും ജ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് അപ്പം ചുടണം, നാളത്തേക്കുള്ള അപ്പത്തിന് അരക്കണം, ചുടണം, അങ്ങനത്തെ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു റെസ്റ്റും കുറച്ച് സമയം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ കേട്ടോ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്തായാലും ഇതിൻ്റെ തലേ ദിവസം ഉറങ്ങാൻ എന്തൊക്കെ മൈലാഞ്ചിയൊക്കെ നേരത്തെ ഇട്ട് വെച്ചാലും കുറച്ചധികം സമയമാവും, അതൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് റെസ്റ്റ് എടുത്താൽ ആ ഒരു ക്ഷീണം വല്ലാണ്ട് വരില്ല. അങ്ങനെ കുറേ സമയം കടന്ന് ഉറങ്ങി, അങ്ങനെ കുറച്ച് സമയം വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഒരു 3:30 ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില പറിക്കട്ടെ, ഇന്നത്തേക്കും വേണം നാളത്തേക്കും ഉള്ളതും കുറച്ച് കറിവേപ്പില പറിക്കുക. നാളെയൊന്നും ഇതിനൊന്നുള്ളൊരു സമയം കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോക്സിൽ എടുത്ത് വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. മുറ്റത്തുള്ളതാണെങ്കിലും കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചട്ടി വെച്ചിട്ടേക്കും കറിവേപ്പില തരിക ഫ്രിഡ്ജിൽ, അപ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ഓടിപ്പോയി പറിക്കാനുള്ള സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് പിന്നെ ഇതാ മിൻറ്റില്ലേ നമ്മളെ പുതിന നന്നായിട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നാളെ ബിരിയാണിയിലേക്കുള്ള പുതിന വേണമല്ലോ. അപ്പോൾ ഞാൻ മല്ലിയില റഫീഖാനോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മല്ലിയില നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ പുതിന ഇവിടുന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും പറിച്ചിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ വീട്ടിലുണ്ടാക്കിയതാകുമ്പോഴല്ലേ അതിൽ പുഴുവൊക്കെ വരും കേട്ടോ, പുഴുക്കടക്കം ഉണ്ടാകും. കാരണം നമ്മളൊന്നും വളമോ അല്ലെങ്കിൽ മരുന്നടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുഴുക്കേടുണ്ട്, ഇതിലില്ല, ഈ ഒരു ബോക്സിലില്ല. നല്ല ഫ്രഷ് ലീഫാണിത്. എന്തായാലും ഞാൻ നോക്കിയിട്ടോ പറക്കിയ കാര്യം. ഈ പുതിനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, അതിലത്തെ പുഴു നല്ല വണ്ണം ഉണ്ടാവും, ഈ ലീഫ് പോലെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ പുഴുവിനെ കാണാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതിങ്ങനെ കയ്യിലിങ്ങനെ എന്താ പറയുക, തട്ടുമ്പോൾ തന്നെ എന്തോ പോലെ ആവും. അപ്പോൾ ഞാനത് നോക്കി പതുക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനിയൊരു അതൊക്കെ നോക്കി റെഡിയാക്കി ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ കഴുകൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ കണ്ടെയ്നറിലാക്കി വെച്ചു. ഇനിയിപ്പോൾ നാളെ തന്നെ എടുക്കാനുള്ളതായതുകൊണ്ട് ടിഷ്യൂ പേപ്പറൊന്നും ഞാൻ മുകളിൽ വെക്കുന്നില്ല കേട്ടോ. നാളത്തേക്കുള്ള അളവിനുള്ളതേ ഞാൻ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരത്തെ നോമ്പ് തുറക്കാനുള്ള സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ബീഫും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഉപ്പും അത്രയേ ഉള്ളൂ മസാല. നമ്മൾ സമൂസേൻ്റെ മസാല സെയിം. പിന്നെ നമ്മളെ ചൊറുപ്പത്തിരീൻ്റെ മാവില്ലേ,
അതാണ് കേട്ടോ. ഇത് ഞാൻ നെയ്ച്ചോറ് അരിയില്ല, നമ്മളെ നേരി അരി അതാണ് എടുത്തുള്ളത്. അത് ഒരു കപ്പ് അരി എടുത്തു, അതിലേക്ക് ഒരു ബൗൾ നിറച്ച് ചോറ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ഒരു ആ ഒരു ബൗൾ ഒരു ബൗളെല്ലാം ഒരു ബൗളോ അര ബൗളൊക്കെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒരു പട്ടയും കൂടെ ചേർത്ത് പട്ടേൻ്റെ കഷ്ണം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് മാവാണ് കേട്ടോ. മാവ് നല്ല ലൂസാക്കി ഇരുന്നാലാട്ടോ നമ്മളെ ഇറച്ചിപ്പത്തിരി ഇല്ലേ, അത് നമ്മൾ ഇതിനെന്തോ പറയും, ഇങ്ങനെ കുഞ്ഞിതാക്കി ചുട്ടെടുക്കുന്നതിന് സെയിം സാധനം, ടേസ്റ്റൊക്കെ സെയിം ആണ്. അപ്പോൾ അത് നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ മാവ് ഒഴിച്ച ഉടനെ തന്നെ മസാലയും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലി വേവിക്കുന്ന പോലെ നമ്മൾ വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. മാവ് ലൂസാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ആണ് ഹാർഡായിട്ട് പോകാൻ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നമ്മൾ വായിലിങ്ങനെ വെച്ചാൽ അരിഞ്ഞു പോകുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കിത് ഞാൻ മുന്നേ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ വ്യൂസിനോടാണ് പറയുന്നത്, പഴയ വ്യൂസിനൊക്കെ ഇത് അറിയാം. നമ്മൾ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇറച്ചിപ്പത്തിരി ചൊറപ്പത്തിരി ഇതൊക്കെ നോക്കിയാൽ മതിയിട്ട് അതിൻ്റെ മാവ് തന്നെയാണ്. പക്ഷേ ഇതിനി നിങ്ങൾക്ക് ചോറരി വെച്ചിട്ട് ചെയ്യുക, പിന്നെ പച്ചരി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പച്ചരിയും ചോറ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹാഫ് ബൗള് അല്ല ഒരു ബൗള് ചോറെടുക്കുക, ഞാൻ പറഞ്ഞ അളവിൽ തേങ്ങ എടുക്കുക. പച്ചരി വെച്ച് ചെയ്യുമ്പോൾ സെയിം ആണ് ചെയ്യണത്, പച്ചരിയൊന്നും വ്യത്യാസമേ ഉള്ളൂ. ടേസ്റ്റ് ഒന്നുകൂടെ നേരിയരിക്ക് കൂടും കേട്ടോ. പിന്നെ ഒരു കഷ്ണം പട്ട, കുറച്ച് ഒരു ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി, ആ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ചോറിന് വെച്ച് ചെയ്യുമ്പോൾ ഒരു കപ്പ് അരി, ഒരു ഗ്ലാസ് അരിക്ക് അരി എടുക്കുകയാണ്. അതായത് ഒരു ഗ്ലാസ്സിൽ ആണ് നമുക്ക് അളവ് വേണ്ടത് വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ അര ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് പുഴുങ്ങലരി എടുക്കുക കേട്ടോ. എന്നിട്ട് അരച്ചാൽ മതി. അതിലേക്ക് നമ്മൾ ചോറ് കൂട്ടരുത്, അതിന് പകരമാണ് പുഴുങ്ങലരി ചേർത്തത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങയും ചേർക്കുക, പകരം ആ തേങ്ങേൻ്റെ പാലെടുത്തിട്ടും അരച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. പച്ചരിക്ക് പകരം നിങ്ങൾക്ക് നെയ്ച്ചോറരിയും ആ ഒരു സമയത്ത് ഉപയോഗിക്കാം, നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഇത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പുഡിങ് പോലെ ഉണ്ടാവും നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത്. അത്രയും ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഇളകുന്നുണ്ട്, അത്രയും സോഫ്റ്റാണ് കേട്ടോ. മാവ് കട്ടിയാവരുത്, മാവ് കട്ടിയായി കഴിഞ്ഞാൽ ഹാർഡായിട്ട് പോകട്ടെ. എത്ര ലൂസാക്കാൻ പറ്റുന്നു അത്രയും ലൂസാക്കി എടുക്കുക. എന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതുണ്ടാക്കി, മാങ്ങ നോർമൽ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ നൈസ് പത്തിരി പരത്തി റെഡിയാക്കി വെച്ചു. വേണമെങ്കിൽ ചുടാന്ന് ചോദിച്ചു, കാരണം ഇന്നിപ്പോൾ വല്ലാണ്ടൊന്നും അതും ഇതൊക്കെ അപ്പമൊക്കെ കഴിച്ചിട്ട് മെയിൻ ഡിഷൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ എന്തായാലും പരത്തി വെച്ചു, കാരണം വേണമെങ്കിൽ ചുടാ, റഫീഖയ്ക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് ചുട്ടു കൊടുക്കുക, ചുട്ടു വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അത് നാളെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. കാര്യം ഫ്രിഡ്ജിലേക്ക് പരത്തിയിട്ട് വെച്ച് കൊടുത്താൽ രാവിലെ ചൂടോടെ ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു പണി രാവിലെ കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാൻ ചുട്ടിട്ടില്ല കേട്ടോ, ഭാഗ്യത്തിന് ചുട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് റഫീഖ പറയുന്നത്, എന്തിനാ ഇനി പത്തിരിയും കൂടെ ഉണ്ടാക്കിയ, പത്തിരി വേണ്ടേന്നല്ല, ഇത് തന്നെ മതിയെന്നല്ലോ, ഇത് തന്നെ ഹെവി അല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അത് ഞാൻ കുറച്ച് ഇത്രയും അളവിലുണ്ടല്ലോ. അപ്പോൾ ഇതൊരു 4-5 ഒരാൾ കഴിച്ചാൽ തന്നെ ഹെവി ആയി ശരിക്കും പറഞ്ഞാൽ. ഇത് കഴിച്ചു പോകും കേട്ടോ നമ്മൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വെച്ചത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടേ, നമ്മൾ നോമ്പൊക്കെ തുറക്കട്ടെ. മാഷാ അല്ലാ, നമ്മളങ്ങനെ 29ാമത്തെ നോമ്പും അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് തുറന്നു. പിന്നെ 30 നോമ്പ് നമുക്ക് കിട്ടിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, സാരല്ല അല്ലേ. അപ്പോൾ ഇനി നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ റെസ്റ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ, വേഗം തന്നെ ഇനി നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ചൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് അപ്പത്തിനുള്ള അരി അരക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പത്തിനുള്ള അരി അരച്ച് വെക്കില്ല കേട്ടോ, നമ്മളെ ഉണ്ണിയപ്പത്തിന്, നെയ്യപ്പമല്ല ഉണ്ണിയപ്പമാണ് കേട്ടോ നമ്മൾ പെരുന്നാളിലേക്ക് ഉണ്ടാക്കുക, അതാണ് കേട്ടോ. അപ്പം അതിനുള്ള മാവൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇത് ഞാൻ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് കണ്ടു നോക്കാം കേട്ടോ. ജംഷി റെസിപ്പീസ് ഉണ്ണിയപ്പം എന്നൊക്കെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക. ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കാണാത്തവരുടെ കണ്ടു നോക്കുക. ഒന്നുമില്ല, പച്ചരി, ചോറ്, തേങ്ങ, ഇത് ഏലക്കയും കൂടെ അരച്ചെടുക്കുക, ലൂസാക്കിയിട്ട് അരച്ചെടുക്കുക. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് വറുത്ത് വയ്ക്കേണ്ട കേട്ടോ, നെയ്യിൽ. തേങ്ങയും എള്ളും ചെറിയ ജീരകം, ഇത്രയും
അപ്പോൾ ഈ ഒരു കൂട്ട് വയ്ക്കുമ്പോൾ ഉണ്ണിയപ്പത്തിനൊരു ഒരു പെർഫെക്റ്റ് ടേസ്റ്റാട്ടോ. ആ തേങ്ങാക്കൊത്തും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ കുറച്ച് അധികം തന്നെ ഇടാറുണ്ട്, എള്ളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റല്ലേ. കുറച്ച് ഉപ്പ്, ശർക്കരയാണെങ്കിൽ കൂടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, എന്നാൽ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട്. എൻ്റെ ശർക്കരക്ക് അധികം കളറില്ല, ഡാർക്ക് കളർ ശർക്കര കേട്ടോ നല്ലത്, എന്നാൽ പെട്ടെന്ന് ഉണ്ണിയപ്പം നല്ല കളർ കിട്ടും. നല്ല വൈറ്റ് കളറുള്ള ശർക്കരയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കളറ് കുറവുണ്ടാവും. അപ്പോൾ ഇതാ ഇനി നമ്മളെ ഉണ്ണിയപ്പം ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്തില്ലേ എല്ലാ വീട്ടിലും അപ്പം ചൂടിലേക്കോട്ടെ പരിപാടി. നമ്മൾ ഈ ഒരു സമയത്താണ്, ഈ ഒരു സമയത്ത് കിച്ചണിലുണ്ടാവുമല്ലോ പണി ഉണ്ടെങ്കിൽ, എന്നാലും ഈ ഒരു സമയത്താണ് കേട്ടോ എല്ലാവരും ഫോൺ വിളിയും കാര്യങ്ങളും. നമ്മൾ ഇത് മുമ്പാർക്ക് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ സമയത്താണ് വിളിക്കുക, നമ്മളെയും ഈ ഒരു സമയത്താട്ടോ വിളിക്കുക. അപ്പം എനിക്ക് ഈ ഒരു സമയത്ത് ഇപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനിപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ റഫീക്ക അടുക്കളയിലുണ്ട് കേട്ടോ. അപ്പോൾ റഫീക്ക ഓരോരുത്തരെ പെങ്ങന്മാരെയും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഫ്രണ്ട്സിനെയും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുറേയൊക്കെ വിട്ടുപോകും തിരക്കിനിടയിൽ. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അടുപ്പിലാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഗ്യാസിൽ ശരിക്കും തട്ട് നിൽക്കണില്ല. ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അടിയിൽ വെച്ചിട്ടില്ല, അതുള്ളത് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്രോ സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ കല്ലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല റഫീക്കയും കിച്ചണിലുണ്ടെന്ന്. ഇപ്പോൾ റഫീക്ക ബീഫ് കൊണ്ടുവന്നപ്പോൾ അതൊക്കെ റഫീക്ക നോമ്പ് തുറക്കാൻ വന്നപ്പോൾ തന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഇതാ ബീഫൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫാണേ, നല്ല കിടിലൻ ബീഫാട്ടോ നമുക്ക് കിട്ടിയത്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ബാക്കിയുള്ള ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചുടുന്നുണ്ട്. അപ്പം അങ്ങനെ കിച്ചണിൽ എല്ലാവരും ഉണ്ട്, നമ്മൾ 3 പേരും ഉണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയില്ലേ, നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുഴി കാണൂല കേട്ടോ ചില സമയത്ത്. കുഴി കാണാതെ കുഴീൻ്റെ ഇപ്പുറത്തൊക്കെ കൊണ്ട് വയ്ക്കും കേട്ടോ ചില സമയത്ത്. നല്ല ഡാർക്കായിട്ടിരിക്കുകയല്ലേ നമ്മൾ ചട്ടി തന്നെ, ഇങ്ങനെ എണ്ണയൊക്കെ കുറിച്ച് ഡാർക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ണ് കാണില്ല എണ്ണയും കൂടെ ചെല്ലുന്ന സമയത്ത്. പിന്നെ ഒരു സുമാറിങ്ങനെ ഒരു കുഴീൻ്റെ ഇപ്പുറത്താണുള്ള ഒരു കുഴി എന്നുള്ളൊരു ഇത് വെച്ചിട്ട് അങ്ങ് വയ്ക്കുകയാണ് ചെയ്യുക. എപ്പോഴും ആ ഒരു അബദ്ധം എനിക്ക് പറ്റലുണ്ട് കേട്ടോ. കുറേ പേര് ഉണ്ണിയപ്പൊക്കെ ചുട്ടിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാനലിട്ടിട്ടുണ്ട്, പേഴ്സണലായിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയപ്പം ഉണ്ടാക്കി ജംഷി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നെയ്യപ്പം കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക കേട്ടോ. നമുക്കിവിടെ ഉണ്ണിയപ്പാണ് പെരുന്നാളിന് ഉണ്ടാക്കൽ കേട്ടോ, അല്ലാത്ത സമയത്ത് വെറുതെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇതാ റഫീഖാൻ്റെ ബീഫ് കട്ട് ചെയ്യൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ നെയ്യപ്പം അപ്പം ഇവിടെ ചുടലിവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അപ്പം വേണമെങ്കിൽ രാവിലെ ചുടാട്ടോ, ടൈമൊക്കെ ഉള്ളവർക്ക്, വീട്ടിൽ വേറെയും ആളുകളൊക്കെ ഉള്ളവർക്ക് ചെയ്യാം. രാവിലെയൊന്നും റഫിക്കാനൊന്നും ഒന്നിനും കിട്ടൂല കേട്ടോ. കാര്യം നമ്മൾ തന്നെ കിടന്ന് ഇങ്ങനെ ഓടേണ്ടി വരും. ഇപ്പം അല്ലാത്ത സമയത്താണ് ഞാൻ ചെയ്യലുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക്, ഞാൻ പറയലില്ലേ, നമുക്ക് ഒരുപാട് ടൈം വേണം. അതിൻ്റെ നമ്മൾ വീഡിയോ സെറ്റിങ്സും എല്ലാം നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കണ്ട. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നടക്കൂല. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്ത, യൂട്യൂബൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ചിലപ്പം പണി തീർക്കാൻ വേണ്ടിയിട്ട് രാത്രിയെല്ലാം ചെയ്തു വെക്കും. പക്ഷേ എനിക്കിഷ്ടം രാവിലെ ചുടുന്നതാട്ടോ എനിക്കിഷ്ടം. എന്നാൽ പിന്നെ തലേദിവസം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കില്ല ആ ഒരു സമയത്ത്. ഉണ്ണിയപ്പം രാവിലെ എണീറ്റ് ഫസ്റ്റിൽ വേഗം ഉണ്ണിയപ്പം ചുടും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ചെയ്തു വെക്കലുണ്ട്. അല്ലാണ്ട് അപ്പം ചുടലൊക്കെ ഞാൻ രാവിലെ ആക്കലുണ്ട് കേട്ടോ. കാരണം നമുക്ക് വേഗം അങ്ങ് ചെയ്ത് തീർത്താൽ മതിയല്ലോ, വേറെയുള്ള ഇതുകളൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേണം. അതെ ഞാൻ പറഞ്ഞില്ലേ, റഫീക്ക് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതിനിതാ നമ്മളെ ഉണ്ണിയപ്പം ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ചധികം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം നമ്മളെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
പിന്നെ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് വേണം കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഇങ്ങനെ ഇത് വിശ്വസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാര്യം അതൊക്കെ ഇനി ഒന്ന് ഫ്രീ ആകുമ്പോൾ വേണം കൊടുക്കാൻ. ഇത് കണ്ടോ നമ്മളെ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. ഉള്ളെല്ലാം നല്ല സോഫ്റ്റാണ്, നല്ല ഇങ്ങനെ ആരെടുത്തിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബിരിയാണിക്കുള്ള കാര്യങ്ങൾ ഞാൻ റഫീക്ക സവാള തൊലിയൊക്കെ കളഞ്ഞു വന്നു കേട്ടോ. കട്ട് ചെയ്ത് തരില്ല, കണ്ടെന്ന് വെള്ളം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് അതായത് രണ്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തക്കാളി എല്ലാം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബീഫ് അതൊക്കെ റഫീക്ക കട്ട് ചെയ്തിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് വെക്കുന്നില്ല കേട്ടോ. കഴുകി ക്ലീൻ ചെയ്ത ബീഫാണ്. അപ്പം അത് എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട്, കാരണം നാളെയെന്ന് പറയാനിപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ തന്നെ വൈകും, രാവിലെ തന്നെ വേഗം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് വെക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു സമയത്ത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കും. എന്നിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് എന്തായാലും വൈകും, 1 മണി 1:30 ആവട്ടെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും, ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റും. അപ്പോൾ അത് അവിടെ കിടന്ന് ആ ഒരു ഫ്രീസായത് കുറയുകയും ചെയ്യും, എന്നാൽ ആ ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യും കൂടെ ചെയ്യും. അപ്പോൾ പിന്നെ കേട് വരില്ല, ആ ഒരു സ്മെല്ല് വരില്ല, ഫ്രഷായിട്ട് തന്നെ നിന്നോളും. ഫ്രീസറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ അത് വെള്ളം ഒഴിച്ച് അത് തണുപ്പ് വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ സമയം അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാട്ടോ ചെയ്യൽ. ചിക്കൻ നമ്മൾ ആ ഒരു ഇഫ്താറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അതിനി പുറത്തേക്ക് എടുത്തു വെക്കും, ഞാൻ കാണിച്ചു തരാം. ഇനി ബിരിയാണിയിലേക്കുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അടുത്ത പണി അതാണ് കേട്ടോ. അങ്ങനെ ഓരോന്നും ഇങ്ങനെ തീർത്ത് വരികയാണ്. പിന്നെ സ്വീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇപ്പോൾ കിച്ചണിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഫോണൊക്കെ ചെയ്ത് ഇരിക്കുക, ഓരോന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റഫീഖയും അപ്പുറത്തെ ടേബിളിൽ തന്നെ റഫീഖയുണ്ട്. റഫീഖൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ചെയ്തു തരുള്ളൂ. ബാക്കി എന്നാലും വലിയ കിട്ടില്ല കേട്ടോ ബീഫ് കട്ട് ചെയ്യുക. കാരണം 4 കിലോ ബീഫുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നില്ലേ, അപ്പോൾ അതന്നെ വലിയ കാര്യമാണ്. പിന്നെ സവാള തൊലി കളയലേ എനിക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ അതാരെങ്കിലും ചെയ്ത് തന്നാൽ മതി. കട്ട് ചെയ്യൽ എനിക്ക് സീനേ ഇല്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളവും വരില്ലല്ലോ. തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ റമദാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അത് തന്നെ കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ. അത് ഈ ഒരു ബോക്സ് നിറച്ചുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ തൊലി കളഞ്ഞതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് സമയം പോയിട്ടില്ല. ഇഞ്ചിയൊക്കെ അതിൽ നിന്ന് അളവിനനുസരിച്ച് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് റഫീക്ക അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. നാളെ നമുക്ക് ഇടേണ്ട എല്ലാവരുടെ ഡ്രസ്സും അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതും എനിക്ക് കുറഞ്ഞു കിട്ടി.
ഇത് നമ്മളെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഇതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ്. രാവിലെ നമസ്കാരവും, കാരണം ഇത് നമസ്കാരം, പിന്നെ പെട്ടെന്ന് ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും, പണിയൊക്കെ നമുക്ക് ഒരു 9 മണി മാക്സിമം, അതിൻ്റെ ഉള്ളിൽ 9 മണി അല്ല കേട്ടോ, നമസ്കാരത്തിന് 8 മണിയാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാലും കുറച്ച് സമയം കൂടെ നമുക്ക് കിട്ടും, ഒരു 9 മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം തീർക്കണം. നമ്മൾ ഡ്രസ്സ് മാറ്റൽ വരെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ചിലർ ഈദ്ഗാഹിന് പോവും, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം പണികൾ തീർക്കണ്ടേ. ഇപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇത്രയും എയർ ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ, എയർ ടൈറ്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ. ഇല്ല സ്മെല്ല് പോകും, നമ്മളെ ഫ്രിഡ്ജ് ആകെ മൊത്തം സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകും. ഇതില്ലേ ഈ ഒരു സവാള ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബിരിയാണിയിലേക്ക് നമ്മൾ കാഷ്യൂനട്ട്, കിസ്മിസൊക്കെ ആക്കി എടുക്കൂലേ, അതുപോലെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറിയ കാര്യമാണെങ്കിലും ആ ഒരു സമയത്ത് നമുക്കെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പം ചെയ്ത് വെച്ചാൽ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. ഇനിയിപ്പം ക്യാരറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, എല്ലാവരും വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് ക്യാരറ്റ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പ്രഫിക പറഞ്ഞു ഇതന്നെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രിങ്ക് അല്ലേ. അപ്പോൾ അതിനുള്ള ക്യാരറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കട്ടെ. എന്നാൽ പിന്നെ രാവിലെ വേഗം ഇത് റെഡിയാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കുകയാണ് കേട്ടോ. ബിരിയാണിക്കുള്ള കാര്യങ്ങൾ അങ്ങനെ സെറ്റാക്കി വെച്ചാലില്ലേ, രാവിലെ എണീറ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഇതിൻ്റെ വീഡിയോയിലുണ്ടാവും. വേഗം നമുക്കത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി വേഗം കുക്കറിലേക്ക് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പുറത്ത് ബീഫ് ഇട്ട് കൊടുക്കുക, നമ്മൾ മസാല റെഡി. പിന്നെ രണ്ടും മിക്സ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ചിലർ ചോദിച്ചിട്ട് ജംഷി ബിരിയാണി രാത്രി ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. കാര്യം നമ്മൾ പിറ്റേ ദിവസം രാത്രി വരികയും നമുക്ക് പിന്നെ ആ ബിരിയാണി വെക്കേണ്ടതല്ലേ. അപ്പോൾ കേടുവരാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെക്കണ്ട, നിങ്ങളിങ്ങനെ ഒരുക്കി വെച്ചാൽ മതി കാര്യങ്ങളൊക്കെ കേട്ടോ. കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ നമ്മളെ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇത് പുഡിങ്ങാണോ പായസമാണോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്വീറ്റാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഈദ് വ്ളോഗിൽ ഇൻഷാ അല്ലാഹ് ഈദ് വ്ളോഗിൽ അതൊക്കെ കാണിക്കുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റാണ്. അപ്പോൾ ഇതാ സെറ്റായി കഴിഞ്ഞിട്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. ഈ ഒരു സമയത്ത് ആരുമില്ല കേട്ടോ, എല്ലാവരും പോയി കിടന്നിട്ടുണ്ട്. സമയം നല്ലോണം ആയിട്ടുണ്ട്, ഇപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് സമാധാനത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഇതാ ഒരു ഈദ് സ്പെഷ്യൽ സ്വീറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈദ് സ്പെഷ്യൽ സ്വീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സാധനങ്ങളൊക്കെ വേണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. ഈസിയാണ്, നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഈദ് വീഡിയോയിൽ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തതിൻ്റെ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു സെറ്റാക്കി കിച്ചൺ നീറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒന്നുമില്ല, ഇനി കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ. നമ്മളെ തൊട്ട് മുന്നത്തെ വീട്ടിലെ ഷാനുല്ലേ, എനിക്ക് എപ്പോഴും ഇട്ട് തരുന്നത്, എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. ഷാനു ആണ് കേട്ടോ എനിക്ക് മൈലാഞ്ചി ഇട്ട് തരല്. അപ്പോൾ ഇപ്രാവശ്യം ഷാനു തന്നെയാണ് ഇട്ട് തന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നേരത്തെ ഇടിപ്പിച്ചത്. കാര്യം നമ്മളടുത്തുള്ള കുട്ടികളൊക്കെ ഷാനുവിനെ കൊണ്ട് ഇടിപ്പിക്കും. അപ്പോൾ എൻ്റെത് വേഗം തീർത്താൽ എനിക്കും ഇന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് എനിക്കും പോകാൻ കഴിയില്ല, പിന്നെ ഒരുപാട് ടൈം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാ മൈലാഞ്ചിക്ക് ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മളെ ഈദ് വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.